ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അബ്രഹാമിന്റെ മകനാകുന്ന ഇസഹാക്കിന്റെ മകനായ യാക്കോബിന്റെ പുത്രന്മാരിൽ ഇസഖാറിന്റെ പുത്രനിൽപ്പെട്ട ആളാണ് ഇയ്യോബ് എന്നാണ് വേദപണ്ഡിതാക്കളിൽ ചിലര് അഭിപ്രായപ്പെടുന്നത്. അറിവുള്ള വാക്യമാ എങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കുന്നത് ഉപകാരപ്രദമായിരിക്കും. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 1-2 തിരുവെഴുത്തുകൾ ഒന്ന് വായിക്കുന്നത് ഉചിതമായിരിക്കും. ദൈവത്തിന് മഹത്വം. ും മടങ്ങിടും ആമ്പേ ശ്രീയേശുനാമം ഏഴയന് കിംബനാമം ശ്രീയേശുനാമം അതിശയനാമം ഏഴയന് കിംബനാമം ശ്രീയേശുനാമം അതിശയനാമം. അപ്പൊ ശ്രദ്ധിക്കുക, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്ന അബ്രഹാമിന്റെ മകനാകുന്ന ഇസഹാക്കിന്റെ മകനായ യാക്കോബിന്റെ 12 പിള്ളേരിൽ ഇസഖാറിന്റെ പുത്രനാണ് ഇയ്യോബ് എന്നാണ് വേദപണ്ഡിതാക്കളിൽ ചിലര് അഭിപ്രായപ്പെടുന്നത്. വായിച്ചു 7:1 മുതൽ. ഇസഖാറിന്റെ പുത്രന്മാർ തോല, പൂവ, യാശൂബ് എന്ന് പറഞ്ഞാൽ ഇയ്യോബ് എന്നാണ്. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിൽ ജോബ് എന്നാ കൊടുത്തിരിക്കുന്നത്. ഒന്ന് വായിച്ചു. മൊബൈലില്ല. 11 വായിച്ചു. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാരെന്ന് പുകഴ്ത്തുന്നു. യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുപിടിക്കും. അവിടെ യോബ് എന്നാ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ യോബ്, യാശൂബ്, ഇയ്യോബ് ഇതെല്ലാം ഒരാൾ തന്നെ. ഉദാഹരണമായിട്ട് യാക്കോബ്, ഇസ്രായേല്, യെശൂരൂൻ എല്ലാം ഒരാളാണ്. അപ്പോൾ അങ്ങനെ പഠിച്ചു വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തോളം പഴക്കമുണ്ട് ഇയ്യോബിന്റെ പുസ്തകത്തിന്. ഒരു കാര്യം കൂടപ്പെട്ടവരോട് പറയട്ടെ, ഈ പുസ്തകം വളരെ ശ്രേഷ്ഠമേറിയ പുസ്തകമാണ്. ഇത് വായിക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവനും ഭാഗ്യമുള്ളവരാ. സ്തോത്രം. വായിക്കുന്നവനും സ്തോത്രം. വായിക്കുന്നവരും വായിച്ച് കേൾപ്പിക്കുന്നവരും ഇത് പ്രമാണിക്കുന്നവരും എല്ലാം ഭാഗ്യവാന്മാരാണ്. ഈ പുസ്തകം ദൈവത്തിൻ്റെ തിരുവചനമാണ്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. ഇത് അനുസരിച്ചാൽ, ആചരിച്ചാൽ, അംഗീകരിച്ചാൽ, ഇത് ഏറ്റെടുത്താൽ അത് വളരെ അനുഗ്രഹമാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, അങ്ങനെ പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തോളം പഴക്കമുണ്ട് ഇയ്യോബിന്റെ പുസ്തകത്തിന്. ഈ പുസ്തകങ്ങളുടെ പഴക്കം നോക്കിയാൽ ഉൽപ്പത്തി കഴിഞ്ഞ് ഉടനെ കൊടുക്കേണ്ട പുസ്തകം ഇയ്യോബിന്റെ പുസ്തകമാണ്. പിന്നെ എല്ലാത്തിനും ഒരു ക്രമമുള്ളത് കൊണ്ടാണ് ഇത് സങ്കീർത്തനത്തിൻ്റെ പുറകിൽ കൊണ്ട് ഈ പുസ്തകം കൊടുത്തിരിക്കുന്നത്. നമ്മുടെ യോഗങ്ങൾക്കും അങ്ങനെ ചില ക്രമീകരണങ്ങളുണ്ട്. പഴക്കം നോക്കിയാൽ ഉൽപ്പത്തി കഴിഞ്ഞ് ഇയ്യോബിൻ്റെ പുസ്തകം കൊടുക്കണം. പിന്നെ എല്ലാത്തിനും ഒരു ഓർഡറുണ്ട്. അതുകൊണ്ടാണ് ഇത്. ചില യോഗമൊക്കെ പ്രാർത്ഥിച്ച് നിർത്താൻ പറയും, സെൻട്രൽ പാസ് നിർത്തും. പ്രാർത്ഥനയും സുഖമല്ല, കേൾക്കാനും ഒരു ആത്മനിറവില്ല. പിന്നെ ഇത് മെനക്കേടായതുകൊണ്ടാണ് പുള്ളിക്ക് കൊടുക്കുന്നത്. അതിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന, ആത്മനിറവിൽ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. കൊടുത്തില്ലെങ്കിൽ ഇത് പിന്നെ മെനക്കേടാക്കും.
എല്ലാവരുടെയും കാര്യമല്ല. ചില സഭകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചേ, സ്തോത്രം, ഒടുവിൽ പ്രാർത്ഥിച്ച് ഇന്നയാൾ നിർത്തും. കൊടുത്തില്ലേ മെനക്കേടാ, പക്ഷേ പുള്ളിയെക്കാലം നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാർ ഉണ്ട്, ഇല്ലേ പ്രശ്നമാണ്. അപ്പം എന്ന് പറഞ്ഞതുപോലെ പഴക്കം നോക്കിയാൽ കൊടുക്കേണ്ട പുസ്തകം ഇയ്യോബിൻ്റെ പുസ്തകമാണ്, ഉൽപ്പത്തി കഴിഞ്ഞ്. എന്നാൽ ഇത് സങ്കീർത്തനത്തിൻ്റെ പുറകെ കൊണ്ട് ഈ പുസ്തകം കൊടുത്തു. ചിലർ അഭിപ്രായപ്പെടുന്നത് ഈ ഇയ്യോബിൻ്റെ പുസ്തകം ഏതാണ്ട് മോശ തന്നെ എഴുതിയതെന്ന ചിലരുടെ വാദം. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തോളം പഴക്കമുണ്ട് ഇയ്യോബിൻ്റെ പുസ്തകത്തിന്. ഇവിടെ വായിക്കുമ്പോൾ ഇയ്യോബിനെ പറ്റി പഠിക്കുമ്പോൾ ഊസ്ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നെന്ന 1-ാം വാക്യം 1:1. ഊസ്ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ഊസ്ദേശത്ത് ഇയ്യോബ് എന്ന് പേരുള്ളൊരു പുരുഷൻ ഉണ്ടായിരുന്നു. കെട്ടുകഥയും അമ്മമ്മക്കഥയും ഉമ്മാക്കിക്കഥയും കഴിവക്കഥയല്ല, ഉള്ള കാര്യമാണ്. ഞാൻ ആ കൃത്യസ്ഥലത്ത് പോയിട്ടില്ലെങ്കിലും ആ രാജ്യത്ത് പോയിട്ടുണ്ട്. എന്നാൽ കൃത്യസ്ഥലത്ത് പോയവർ പറഞ്ഞ സലാല, മസ്കറ്റിൽ, അവിടെ ഇയ്യോബ് ജനിച്ച സ്ഥലവും ഇയ്യോബ് മരിച്ച അടക്കിയ കല്ലറയൊക്കെ നിങ്ങൾ ആരെങ്കിലും പോയി കണ്ടോ? ഞാനും പോയില്ല. ആട്ടെ, ദൈവം നിങ്ങളെ വിടട്ടെ. അപ്പോൾ അങ്ങനെ ശിംശോൻ പാസ്റ്റർ പോയി കണ്ടോ? ഇല്ല, ഞാനും പോയില്ല. ഇവിടേക്കുന്ന ആരെങ്കിലും പോയിട്ടുണ്ടോ? അത് നന്നായി. അപ്പം എന്തായാലും ചരിത്രം പഠിക്കുന്നവർക്കും അത് കണ്ടിട്ടുള്ളവർക്കും മനസ്സിലാകും ആ മനുഷ്യൻ ജീവിച്ചിരുന്നയാളാണ്. അങ്ങനെ ആ പുസ്തകത്തിലും അങ്ങനെ ഊസ്ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള പുരുഷൻ ഉണ്ടായിരുന്നതാ. ഒന്നുകൂടെ വായിച്ചോ. ഊസ്ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ഉള്ള കാര്യമാണ്, ഇതിനകത്തെ കാര്യമല്ല, ഉള്ള കാര്യമാണ്. അല്ലാതെ പണ്ട് 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 ഒരു അപ്പൂപ്പൻ ഉണ്ടായിരുന്നു, നിർമ്മിത കഥയല്ല. അപ്പൂപ്പനും അമ്മയും കൂടി ഇങ്ങനെ ജീവിക്കുകയായിരുന്നു. അങ്ങനത്തെ കഥയൊന്നുമല്ല ഇത്, ഉമ്മാക്കി കഥയല്ല. അപ്പൊ ഊസ്ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള പുരുഷൻ ഉണ്ടായിരുന്നു. ഇനി അവന്റെ ക്വാളിറ്റിയാണ് അടുത്ത വാക്യത്തിൽ. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവൻ. 4 ഗുണഗണങ്ങൾ അവിടെ എടുത്തു പറഞ്ഞു. നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ടകലുന്നവൻ. നമുക്ക് നേരുണ്ടെങ്കിൽ നിഷ്കളങ്കതയില്ല, നിഷ്കളങ്കതയുണ്ടെങ്കിൽ നേരില്ല. ഇത് രണ്ടുമുണ്ട്, പക്വതയില്ല. നിങ്ങൾ ചിലരെ ശ്രദ്ധിച്ച്, ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കുക, നേരും നെറിവുണ്ട്, പക്ഷേ പക്വതയില്ല. ചിലർക്ക് ഭയങ്കര പക്വതയാ, നേരും നെറിവെന്ന് പറയുന്നത് ഇല്ല. ഇതെല്ലാം തികഞ്ഞവർ ഈ യോഗത്തിന് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുമില്ല. ഉണ്ടെങ്കിലൊന്ന് കൈപൊക്കിയേര്. കണ്ടുവെച്ച് പോകാനല്ല, എന്നെ കണ്ടുവെച്ച് ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് പഠിക്കാനുണ്ട്. ഇതെല്ലാം എനിക്കുണ്ട്. അങ്ങനെയുള്ളവർ കൈ പൊക്കണം. ഇല്ല, എന്താ ഒരു എരപ്പം മൂളിച്ചയൊക്കെ? കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഊസ്ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള പുരുഷൻ ഉണ്ടായിരുന്നവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവൻ. 4 ഗുണഗണങ്ങൾ അവിടെ എടുത്തു പറഞ്ഞു. ഞാൻ ഓർപ്പിച്ചല്ലോ, നമുക്ക് നേരുണ്ടെങ്കിൽ നിഷ്കളങ്കതയില്ല, നിഷ്കളങ്ക കണ്ടത് നേരില്ല, നേര് നിഷ്കളങ്കതയുണ്ട്, പക്വതയില്ല. എല്ലാം തികഞ്ഞവരാരുമില്ല. പണ്ടൊരു യോഗത്തിന് എല്ലാം തികഞ്ഞവരുണ്ട് കൈപൊക്കാൻ പറഞ്ഞപ്പോൾ ഒരാൾ കൈപൊക്കി. പിന്നീട് അറിഞ്ഞപ്പോൾ ആ ഉറങ്ങുകയായിരുന്നു. കൂടെ നമ്മൾ കൈപൊക്കിക്കുമല്ലോ, അങ്ങനെ പുള്ളി അങ്ങ് പൊക്കിയതാ. എല്ലാം തികഞ്ഞ ഒരുവനേ ഉള്ളൂ, അത് നസറയനാകുന്ന യേശു ക്രിസ്തു. ഊനമില്ലാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമേശാത്തവൻ, പാപം തീണ്ടാത്തവൻ, പാപമറിയാത്ത പരമവിശുദ്ധനായ ഒരുവനേ ഉള്ളൂ, അത് നസറയനാകുന്ന യേശു ക്രിസ്തു. ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, യാതൊരു അപാകതകളും യാതൊരു കുഴപ്പമില്ലാത്ത ഒരേ ഒരുവനേ ഉള്ളൂ, അത് നസറയനാകുന്ന യേശു ക്രിസ്തുവാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയനോ വെണ്മയും ചുമപ്പുമുള്ളവൻ, അവൻ 10,000 ശ്രേഷ്ഠൻ. ഊനമില്ലാത്ത, പാപമില്ലാത്ത, കളങ്കമില്ലാത്ത, അകൃത്യമില്ലാത്ത, യാതൊരു അപാകതയില്ലാത്ത ഒരുവനേ ഉള്ളൂ, അത് നസറയനാകുന്ന യേശു ക്രിസ്തുവാണ്.
Praise the Lord. Praise the Lord. ബാക്കി സകല ആൾക്കാർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു കുഴപ്പമുണ്ട്. ഈ ചിലരുടെ ഇരിപ്പും ഭാവവും ഒക്കെ കണ്ട എല്ലാം തികഞ്ഞു, ഇനി എന്നാ കാഹളം ധ്വനിക്കാത്ത ചിലർ ആ ഇരിപ്പുമൊക്കെ കണ്ട എന്നാ മേലോട്ട് ചോദിക്കുക എന്നാ ധ്വനിക്കാത്തെന്ന്. ധ്വനിച്ചാലറിയാം നിന്റെ പരുവക്കേട്. അല്ല, അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല. ചിലക്ക് ഈ ആത്മീയം കയറി കഴിഞ്ഞാൽ പിന്നെ ആരോടും മിണ്ടുകയല്ലോ, മിണ്ടത്തില്ല, കൈ കൊടുക്കുകയല്ല. ചിലരെ കാണുന്നത് വളരെ വല്ലാതെയാണ് നോക്കുന്നത്. ആത്മീയം അങ്ങ് കയറി അവരെ സൂക്ഷിച്ചോണം, അവർ പ്രശ്നക്കാരാ. ചിലക്ക് അതിവിശുദ്ധി കയറും. ഞങ്ങളാണിപ്പം കേരളത്തിലുള്ളതിൽ അല്പം വിശുദ്ധന്മാർ. ഞങ്ങളുടെ സഭയാണ് കുറച്ചുകൂടെ വിജയമൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. എല്ലാം തികഞ്ഞ ഒരുവനേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവാ. അവിടുന്ന് ഊനമില്ലാത്തവനാ, പാപമില്ലാത്തവനാ, കളക്കമില്ലാത്ത സ്തോത്രം, യാതൊരു അകൃത്യങ്ങളില്ലാത്ത ഒരുവനേ ഉള്ളു. എത്ര കോടതി മാറി മാറി വിസ്തരിച്ചു, ഒരു കുറ്റവും കണ്ടില്ലല്ലോ. ഒറ്റിക്കൊടുത്ത യൂദയും ഒടുവിൽ പറഞ്ഞത്, അയ്യോ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തെന്ന. ആ വാക്കിൻ്റെ അർത്ഥം കുറ്റമില്ലാത്തവനെന്ന. ക്രൂശിൽ കിടന്ന ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തം പറഞ്ഞത്, സ്തോത്രം, നമ്മൾ തെറ്റ് ചെയ്തത് കൊണ്ട് ഈ ക്രൂശിൽ കയറി, ഈ നീതിമാൻ ഒരു തെറ്റും ചെയ്തില്ലെന്ന. പീലാത്തോസ് വെള്ളമെടുത്ത് കൈ കഴുകിയതിച്ച് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്നാ പറഞ്ഞ്. ദൈവത്തിന് മഹത്വം. ശതാധിപനും ഔവണ്ണം തന്നെ പറഞ്ഞത്. വാസ്തവമായിട്ട് അവിടുന്ന് നീതിമാനായിരുന്നെന്ന്. പീലാത്തോസിൻ്റെ ഭാര്യയ്ക്കും ദർശനവും സ്വപ്നവും ലഭിച്ച ആ സ്ത്രീയും പറഞ്ഞത്, ആ നീതിമാന് വിരോധമായിട്ടൊന്നും ഒപ്പിച്ചേക്കരുതെന്ന. സ്തോത്രം. യാതൊരു അകൃത്യവും യാതൊരു അപാകതയുമില്ലാത്ത ഒരുവനേ ഉള്ളൂ, നസറയനാകുന്ന യേശു. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലാരാധ്യനാരുമില്ല. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലാരാധ്യനാരുമില്ല. അവനിൽ ശരണപ്പെട്ടാരുമേ ഒരു നാളും അലയാതെ മോദമായി. ഓ അവനിൽ ശരണപ്പെട്ടാരുമേ ഒരു നാളും അലയാതെ മോദമായി വരുവും മരുവിലും ശാന്തമായി. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. പതിനായിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. അപ്പൊ യാതൊരു അകൃത്യങ്ങളും കളങ്കമില്ലാത്ത ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. ഇന്ന് രാത്രി ആ ക്രിസ്തുവിനായി നിങ്ങളുടെ ജീവിതം സമർപ്പിച്ചാൽ നിങ്ങളുടെ ജീവിതം ധന്യമായി. യേശുക്രിസ്തു ഏകരക്ഷകൻ, യേശുക്രിസ്തു ഏകദൈവം, യേശുക്രിസ്തു നിത്യദൈവം, യേശുക്രിസ്തു സത്യദൈവം, യേശുക്രിസ്തു സാക്ഷാൽ ദൈവം. യേശുക്രിസ്തുവിൽ കൂടി മാത്രം രക്ഷ, മറ്റൊരുത്തലും രക്ഷയില്ല. യാതൊരു അപാകതയില്ലാത്ത ഒരുവനേ ഉള്ളൂ, യേശുക്രിസ്തു മാത്രം. എന്നാൽ ഇവിടെ ഇയ്യോബിന്റെ ജീവിതത്തിൽ 4 വിശേഷതകൾ പറഞ്ഞു. നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ടകലുന്നവൻ. മാത്രമല്ല അദ്ദേഹത്തിന്റെ വിശേഷതകൾ താഴോട്ടുള്ള വാക്യത്തിലുണ്ട്. 1-2 വാക്യം കൂടെ ചേർന്ന് വായിക്കാം. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും. അപ്പൊ 7 3 10 പിള്ളേരുടെ ബഹുമതി എന്ന സ്ഥാനം ഇയ്യോബിനുണ്ട്. 7 3 10. പണ്ടത്തെ കാലത്ത് ഇതൊന്നും വലിയ വിഷയമോ അല്ല. 10 പിള്ളേർ. ഒരുത്തനെ 70 പിള്ളേരുണ്ടായിരുന്നെന്നാണ് വേറെ പുസ്തകത്തിൽ. വായിച്ചിട്ടില്ലേ? മോൻ വായിച്ചിട്ടില്ലേ? 70 വായിച്ചിട്ടില്ലേ? ആദ്യം കേൾക്കുകയായിരിക്കും. 70 മോൻ വായിച്ചിട്ടുണ്ടോ? ഒരാൾക്ക് 70 പിള്ളേർ ഇല്ലേ? പിള്ളേർ ചോദിക്കുക, ഇയാള് പിള്ളേരുടെ കണക്ക് പറയാൻ വന്നതാണോ എന്ന്. അല്ലല്ല, ഞാൻ വേദോത്സവത്തിലെ കാര്യം പറഞ്ഞു. വേദോത്സവത്തിൽ നിന്നാന്നല്ലേ ഞാനീ പറയുന്നത്, അതുകൊണ്ടാണ്. 70 പിള്ളേര്. പണ്ട് കാലത്തൊക്കെ അങ്ങനെ. ഞാനൊരിക്കൽ വിദേശ രാജ്യത്തപ്പം വേറൊരു രാജാവിനെ പറ്റി എന്നോട് പറഞ്ഞു, പുള്ളിക്ക് ഉണ്ടെന്ന് 70 പിള്ളേർ. പണ്ടത്തെ കാര്യമല്ലേ, അടുത്ത കാലത്ത് പറഞ്ഞ കാര്യമാണ്. മക്കള് 10 പിള്ളേരുടെ പിതാവ് എന്നുള്ള ബഹുമതി ഇയ്യോബിന്. അത് ചെറിയ കാര്യമല്ല. മക്കൾ യഹോവ തരുന്ന അവകാശവും ഉദരബലം ദൈവം തരുന്ന
പ്രതിഫലവുമാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ 2, 3, 4 ഒക്കെ ഉള്ളത് ഒരു അനുഗ്രഹമാണ്. ഞങ്ങളുടെ വല്യമ്മയുടെ ഭാഷ പറഞ്ഞാൽ നാരായണ പുത്തരിക്ക് ഒരെണ്ണമായിട്ട് നടക്കുക, അതിന് പനി. തലമുറ ദൈവത്തിൻ്റെ അവകാശമാണ്. ദൈവം നമുക്ക് തരുന്ന അവകാശമാണ്. അതിനെ തടയരുത്, തലമുറയെ നശിപ്പിക്കരുത്. സ്തോത്രം. ഉദരത്തിൽ വെച്ച് തന്നെ തലമുറയെ തകർക്കുന്ന വ്യക്തികളുണ്ട്. ഇത് പാപമാണ്, ദൈവത്തിന് ഇഷ്ടമല്ല. ഭ്രൂണഹത്യ ഇതൊന്നും ദൈവം ഇഷ്ടപ്പെടുന്നതല്ല. ദൈവം അവരെ ശിക്ഷിക്കും. മക്കളൊക്കെ തരുന്ന അവകാശവും ഉദരബലം ദൈവം തരുന്ന പ്രതിഫലമാണ്. അടുത്ത കാലത്ത് ഞാൻ ഒരാളോട് ചോദിച്ചു, പിള്ളേർ എത്രയുണ്ട്? അപ്പം വേണ്ടപ്പെട്ടയാളാ 2. ഓ മതി. അയന്നാ? ഓ ഇതിനെയൊക്കെ ആര് വളർത്താനാന്ന്? എങ്ങനെയുണ്ട്? ഇപ്പോഴത്തെ കാലത്തെ ഈ കഷ്ടപ്പെടാനും ബന്ധപ്പെടാനും താല്പര്യമില്ല. എല്ലാവർക്കും സുഖകരമായ ജീവിതമാണ് ഇഷ്ടം. അതാ അതിൻ്റെ ഒരു കാരണം. ആട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, വിഷയം അതല്ലല്ലോ. എന്തായാലും മക്കൾ ഒരവകാശമാണ്. നിന്റെ മേശയ്ക്ക് ചുറ്റും അങ്ങനെ എഴുതിയേക്കുന്നത്, മേശയ്ക്ക് ചുറ്റും ഒലിവ് തയ്യെന്നല്ല. എങ്ങനെ? ഒലിവ് തയ്യെന്നാണോ? അല്ല, തൈകൾ. അതാ തൈകൾ. പിന്നെ ഭാര്യയെ പറ്റി പറഞ്ഞേക്കുന്നത് മുന്തിരി വള്ളികളെന്നല്ല. മുന്തിരി ഇപ്പം നേരെ തിരിച്ചാ. വള്ളി ഇഷ്ടം പോലെ ഉണ്ട്, തൈകളധികം എല്ലാവരുടെയും കാര്യമല്ല. അപ്പൊ പുസ്തകത്തിലെ പ്രമാണം, നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി, നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും പോലും. മക്കളൊരു അനുഗ്രഹമാക കേട്ടോ. കൊച്ചുങ്ങളെ പ്രാകുകയൊന്നും ചെയ്യരുത്. യോ ഞങ്ങളുടെ വീട്ടിൽ 3-4 എണ്ണം ഉണ്ട് അങ്ങനെയൊന്നും പറയരുത്. പറഞ്ഞായിരിക്കും ഇരിക്കുന്നത്. മക്കളെ നോക്കി ദൈവത്തെ മഹത്വപ്പെടുത്തണം. ദൈവമേ, എനിക്ക് തന്ന തലമുറയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. ആണിനായി പെണ്ണിനായി 2-3 ഉണ്ടെങ്കിൽ 4 പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോണം. ദൈവം തന്നത് അതിനെ പ്രാകുകയും അലക്കുകയും ചട്ടിയെടുത്ത് അടിക്കുകയും കോടാലിക്ക് വെട്ടാൻ ചെല്ലുകയൊന്നും ചെയ്യരുത്. പിന്നെ ഞാൻ കൊത്തിക്കീറുമെന്നും പറഞ്ഞു. അങ്ങനെയൊക്കെ ചെല്ലുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ചെയ്യരുത്. മക്കളൊരവകാശമാണ്. സ്തോത്രം. മക്കൾ ദൈവം തരുന്ന അവകാശമാണ്. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാ. തലമുറയെ കാണുമ്പോഴെല്ലാം വീണ്ടും വീണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തണം. അനേകർ തലമുറയില്ലാതെ ഭാരപ്പെടുമ്പോൾ നാടൻ ഭാഷയെ പഴയ ഭാഷയെ നാടൻ ഭാഷയെ പറഞ്ഞാൽ കുഞ്ഞിക്കാല് കാണാൻ അനേകർ ആഗ്രഹിച്ച് നേർച്ച കഴിക്കുന്നവരുണ്ട്, കാഴ്ച വെക്കുന്നവരുണ്ട്, നാട് വിട്ടവരുണ്ട്. എന്തും വേണ്ട മരുന്ന് കഴിച്ച് ചികിത്സ. ഇന്നാളൊരാൾ പറഞ്ഞു വയനാട്ടിലെ ചികിത്സയാണ്. അതെന്നാ? തലമുറയെ ലഭിക്കാൻ നാട്ടുവൈദ്യമാണ്. എനിക്കറിയാം വേറെ ഒരു ഫാമിലി, പേരൊന്നും പറയുന്നില്ല, സ്ഥലവും പറയുന്നില്ല, ലക്ഷങ്ങൾ മുടക്കി ഒരു കുഞ്ഞിനെ കിട്ടാൻ ചികിത്സയ്ക്ക് വേണ്ടി. ഒടുവിൽ കിട്ടിയില്ല. പിന്നെ വേറൊരു സ്ഥലത്ത് നിന്നൊരു കൊച്ചിനെ എടുത്ത് വളർത്തുക. അപ്പം അങ്ങനെയൊക്കെ അനേകർ ഭാരപ്പെടുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയരെ, നമുക്ക് ദൈവം തന്ന 1, 2, 3 തലമുറ, അത് ദൈവം തന്ന അവകാശമാണ്. ആ തലമുറയെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരയണം. മക്കളൊരു അനുഗ്രഹമാണ്, ദൈവത്തിൻ്റെ മഹത്വം. അത് അവകാശവുമാണ് നമ്മുടെ. അപ്പം ഇയ്യോബിന് 7 പുത്രന്മാരും 3 പുത്രിമാരും. അപ്പോൾ 10 പിള്ളേരുടെ ബഹുമതി എന്ന പദവി ഇയ്യോബിനുണ്ട്. ഇനി ഇയ്യോബിന്റെ ക്വാളിറ്റി, അടുത്ത വാക്യം. അവന് 7000 ആട്. 7000 ആട്. 7000 ആടും. അപ്പം ഒരാൾ വായിച്ചു, ഇയ്യോബ് 7000 ആട് വന്നു. നമ്മൾ 1-2 പ്രാവശ്യം ആടിയേച്ച് ഇരിക്കുക. പുള്ളി 7000 നീട്ടി വായിച്ചപ്പോൾ അങ്ങ് വായിച്ചോളി. 7000 ആടും. ഞാൻ പറഞ്ഞ അത്രയും പുള്ളി ആടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇയ്യോബിന് 7000 ആട്, 7000 ആടും 3000 ഒട്ടകവും 3000 ഒട്ടകവും പിന്നെ 500 കാളയും. 500 കാള. ഒരേ കാള എന്ന് പറഞ്ഞാൽ 2 കാള. 500 × 2 = 1000 കാള. ന്യായമായ കണക്കാടുത്തത്. 500 പെൺകഴുതയുമായ 500 പെൺകഴുതയുമായ മൃഗസമ്പത്തും ഏറ്റവും വളരെ ദാസജന. അതുകൊണ്ടാ പിശാചി പറഞ്ഞു, അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചും സ്തോത്രം പറഞ്ഞിരിക്കുന്നത് പക്വതനൊന്നുമല്ല, ഇഷ്ടംപോലെ കാശുണ്ടെന്ന്. കാശും പിള്ളേരും അല്ല
ഉണ്ട്. അതുകൊണ്ടാണ് പുള്ളി ഇങ്ങനെ പ്രാർത്ഥിച്ചും ഒക്കെ പോകുന്നു. എന്നോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, എത്ര കിട്ടുമെന്ന്. ഞാൻ പറഞ്ഞു, കൃത്യം പറയാനൊക്കത്തില്ല, അത് സാഹചര്യം പോലെ. കൃത്യം ഒന്നും ഒക്കത്തില്ല. അല്ല എന്നാലും ഞാൻ പറഞ്ഞു കിട്ടും. കൃത്യം പറയാനൊക്കെ അതുപോലെ കിട്ടുകയാണ്. ഞാൻ പറഞ്ഞ എടാ പോട്ടാ, പുള്ളിയാ തരുന്നത്. ഞാനും പുള്ളി നല്ല യോജിപ്പില്ലാന്നെങ്കിൽ ആവശ്യമുള്ളതൊക്കെ തരും. വേദപുസ്തകത്തിൻ്റെ ഭാഷ പറഞ്ഞാൽ വൃത്തികേട് കാണിച്ചാൽ വരവ് നിൽക്കും. വരും, എന്നാലും നല്ലതുപോലെ ഒക്കത്തില്ല. ഇസ്രായേൽ മക്കൾ വൃത്തികേട് കാണിച്ചപ്പോഴും ദൈവം മന്ന കൊടുത്തു. മന്ന തിന്ന് ചായി കിടന്ന് ഉടക്കുണ്ടാക്കുന്നത്. ദുഷ്ടരാകും ജനങ്ങളും നീതിയുള്ളവർക്കും, ദുഷ്ടരാകും ജനങ്ങൾക്കും നീതിയുള്ളവർക്കും വൻമഴയും നൽവയിലും നൽകുന്ന മകേശ വാഴ്ത്തിടുന്നു നന്ദിയോടടിയർ വാഴ്ത്തിടുന്നു നന്ദിയോടടിയർ കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആർത്തുബോധമോടെ ഓ ദുഷ്ടരാകും ജനങ്ങൾക്കും നീതിയുള്ളവർക്കും ഓ വൻമഴയും നൽവയിലും നൽകുന്ന മകേശ കരമുയർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാം. അപ്പോൾ പിശാച് ഈ വിധത്തിലൊക്കെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. അപ്പോൾ ദൈവം തമ്പുരാൻ പിശാചിനോട് പറയുന്നത് 1:12 ഇതാ സാത്താനെ, ഇയ്യോബിനുള്ളതെല്ലാം നിന്റെ കയ്യിലോട്ട് തരിക. വായിച്ചേ 1:12. ദൈവം സാത്താനോട് അവനുള്ളതൊക്കെയും നിന്റെ കയ്യിലിരിക്കുന്നു. ഇതാ ഇയ്യോബിനുള്ളതെല്ലാം നിന്റെ കയ്യിലോട്ട് അങ്ങ് തരിക. അവന്റെ മേൽ മാത്രം കയ്യേറ്റം ചെയ്യരുത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവം പറയാതെ ഒരുത്തനും നിന്നെ തൊടുകയല്ല. ദൈവം അനുവദിക്കാതെ ഒരുത്തനും നിന്നെ തൊടുകയല്ലെന്ന്. തൊടുകയല്ല. അഥവാ ആരേലും തൊട്ടാൽ ഓർത്തോണം, ദൈവത്തിന് അതിന്റെ മുമ്പിൽ എന്തെങ്കിലും പദ്ധതിയുണ്ട്. അഥവാ ആരേലും തൊട്ടാൽ ഓർത്തോണം, ദൈവത്തിന് പദ്ധതിയുണ്ട്. അന്നേരം നീ പഞ്ചായത്ത് മെമ്പറെയും വിളിച്ച്, പ്രസിഡന്റിനെയും വിളിച്ച്, MLA കണ്ട്, MP കണ്ടേച്ച് അവിടെ പോയി സമരം ചെയ്യരുത്. ഞങ്ങളിൽ ഒന്നിനെ തൊട്ടെന്നാൽ അക്കളി ഈ കളി. പുസ്തകം പറയുന്നത് ദൈവം അറിയാതെ തൊടുകയല്ലെന്ന. എന്നാലും നമ്മൾ പറയാം ഞങ്ങളിൽ ഒന്നിനെ. എങ്ങനെ അത് ആ ഡയലോഗ് എങ്ങനെ? ഞാൻ മറന്നുപോയി. എടപ്പോട്ട, ദൈവം അറിയാതെ ഒന്നും വരികയില്ല. സകലത്തിന്റെ അധികാരി കർത്താവാ. ദൈവം അനുവദിക്കാതെ ഒരുത്തനും നിന്നെ തൊടുകയില്ല. അഥവാ ആരെങ്കിലും തൊട്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് അതിന്റെ മുമ്പിൽ എന്തെങ്കിലും പദ്ധതി കാണും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് പദ്ധതി കാണും. അന്നേരം നീ ദൈവത്തിന്റെ പദ്ധതിക്ക് എതിരായിട്ട് പറയുന്നില്ല. സ്തോത്രം. പിശാചിനോട് ദൈവം പറഞ്ഞതാ, ഇയ്യോബിനുള്ളതെല്ലാം നിന്റെ കയ്യിലോട്ട് തരിക. അവന്റെ മേൽ മാത്രം. സ്തോത്രം. ആദ്യം പുള്ളി തൊടാനൊന്ന് വന്നു. ഇയ്യോബിനെ പറ്റി ഇങ്ങനെ ആക്ഷേപം പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞാണ്ട് അവനുള്ളതല്ല ഇരിക്കുന്ന എടുത്തോ. അന്നേരം പിശാച് പറഞ്ഞു, ഞാനങ്ങനെ എടുക്കാനാ? അതിനാ? നീ അവന് ചുറ്റും വേലി കെട്ടി വെച്ചേക്കല്ലേ. നീ അവന് ചുറ്റും നിനക്ക് ചുറ്റും ദൈവം വേലി കെട്ടിയിട്ടുണ്ടെന്ന്. എന്തോ വേലിയാന്ന് ചോദിച്ചാൽ ഇവിടെ അപ്പുറത്തുകാരിട്ട കമ്പി വേലിയൊന്നുമല്ല, ദൈവം ദൂതനെ കൊണ്ടാണ്. നീ അവനും അവന്റെ വീട്ടിനും അവന്റെ സകലത്തിനും ചുറ്റും വേലി കെട്ടിട്ടില്ല. ചുറ്റും വേലി കെട്ടിയെന്ന്. നിനക്ക് ചുറ്റും ദൈവത്തിന്റെ തീമതിലുണ്ടെന്ന്. ശത്രു നിന്റെ കോമ്പൗണ്ടിൽ കയറാൻ ദൈവം അനുവദിക്കത്തില്ല. എടാ, അഥവാ നിന്റെ വീട്ടിൽ ആരെങ്കിലും മോഷ്ടിക്കാൻ വന്നാൽ അവൻ അവിടെ വരുമ്പം തിരിഞ്ഞു പോകുമെന്ന്. പോകും. പട്ടിയെ ഒന്നും വളർത്തണ്ട, വേണ്ട.
ചില പറഞ്ഞ ഒരു പട്ടി ഉണ്ടെങ്കിൽ അറിയാമല്ലോ. പിന്നെ എന്നെ അറിയാൻ? പട്ടിക്കും ബിസ്ക്കറ്റും ഒക്കെ കൊടുത്ത് മയക്കുന്നതൊക്കെ ഉണ്ടെന്ന് കേൾക്കുന്നു. ഞാൻ കഴിച്ചിട്ടില്ല. വലിയ പട്ടിയെ വളർത്തിയതാ. വീടും സ്ഥലവും പറയുന്നില്ല. പട്ടിയെ അറിഞ്ഞില്ല. അവൻ ബുദ്ധിമാനാ. അവൻ പട്ടിക്ക് ആദ്യം കൊടുത്തു. പട്ടി 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പട്ടി മാണ്ട് കിടന്ന് അവൻ കയറി. പണ്ട് നമ്മുടെ ഒരു വീട്ടിൽ കള്ളം കയറി വെച്ച് എല്ലാ സാധനവും പാണ്ടിലോറി ഇട്ടല്ല എടുത്തുകൊണ്ട് പോയത്. അപ്പോൾ അപ്പുറത്തെ വീട്ടുകാരെടുത്ത് വീട് മാറുകയാണ്. അവർ കണ്ടു പാണ്ടിലോറി ഇട്ട് സാധനമെല്ലാം കയറ്റുന്നത്. അപ്പോൾ അവരോർത്തത്, കാരണം ഈ സഹകരിക്കുന്നില്ലല്ലോ അധികം. അപ്പുറത്തെ കാര്യമായിട്ട് സഹകരിച്ചാലല്ലേ വീട് മാറുകയെന്നോ അതോ പോവുകയെന്നോ എടുക്കാമെന്നോ അവരുമായിട്ട് മിണ്ടും. മതിലുമൊക്കെ കെട്ടി ഇങ്ങനെ താമസിക്കില്ലയോ? കാശിഷ്ടം പോലെ ഉണ്ട്. ഭയങ്കരം മതിലും കെട്ടി ആമത്താഴ് വിട്ട് ഗേറ്റ് വിട്ട് പോയിട്ട് ആരാപ്പുറം താമസിക്കുന്ന പോലും അറിയത്തില്ല. പിന്നെ വല്ലപ്പോഴും കാറേ പോകുമ്പോൾ ഇങ്ങനെ. എന്നിട്ട് ഇവിടെ ലോറി ഇട്ട് സാധനം എടുത്തപ്പോൾ അവർ കാണുന്നുണ്ട്. അവർ പെമ്പളയും മാപ്പളയും ബാൽക്കണി ഇരുന്ന് കാണുക ലോറിയ സാധനം. അപ്പോൾ അവർ തമ്മിൽ പറഞ്ഞു, അയ്യോ സ്ഥലം മാറുക എന്ന് തോന്നുന്നു. ആട്ടെ, അവരും കണ്ടു. എന്തായാലും ആ കള്ളൻ പാണ്ടിലോട് കൊണ്ടുവന്നിട്ട് അവനും അവൻ്റെ കൂട്ടരും വന്ന് ഒടുവിൽ തള്ള കിടക്കുന്ന മുറിയിൽ കയറി ടോർച്ച് അടിച്ചു. എന്നാലും അവർ ദർശനം കാണുക പറഞ്ഞൊന്നുകൂടെ ഇറുക്കി അടച്ചു. അല്ല, ഒരു കണക്കിന് അത് നല്ലതായി. അത് നല്ല, അല്ലെങ്കിൽ അവൻ കുത്തിക്കൊന്നെങ്കിൽ എന്നെ അടുത്തേന്. അല്ല, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഉണ്ട്. ഒരു കാര്യം ദൈവമക്കളോട് പറയാം, നിന്റെ വീടിന് ചുറ്റും ദൈവം ദൂതനെ നിർത്തും. അഥവാ നിന്റെ വീട് കവർച്ച ചെയ്യാൻ ഒരുത്തം വന്നാൽ ദൈവം അവനെ തടയുമെന്ന് ഞാനത് വിശ്വസിക്കുന്നയാളാ. ഞാനത് അനുഭവിച്ചയാളാ. ദൈവത്തിന് മഹത്വം. നിന്റെ വീടിന് ചുറ്റും ദൈവത്തിന്റെ ദൂതനുണ്ട്. സ്തോത്രം. ദൂതസഞ്ചയം എനിക്കു കാവലായി തന്നു. ദൂതസഞ്ചയം എനിക്കു കാവലായി തന്നു. ഓ ദൂതരേക്കാൾ ശ്രേഷ്ഠമായ സ്ഥാനം ദാനമായി തന്നതിനെ ഓർത്തു. ദാനമായി തന്നതിനെ ഓർത്തു. ഓ യേശു രാജനെന്നും സ്തോത്രം. പ്രിയ യേശു രാജനെന്നും സ്തോത്രം. സ്തോത്രമേ സ്തോത്രമേ പ്രിയ യേശു രാജനെന്നും സ്തോത്രം. പ്രിയ യേശു രാജനെന്നും സ്തോത്രം. ഇന്ന് രാത്രി കളിക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, നിനക്ക് ചുറ്റും നിന്റെ കുടുംബത്തിന് ചുറ്റും ദൈവത്തിന്റെ ദൂതന്മാരുടെ കാവലുണ്ട്.